ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഇതിന്റെ. നമ്മൾ RIP-യിലാക്കാൻ വേണ്ടി ഇരുന്നാണ് നമ്മൾ ഇതിനെ RIP-യിലാക്കി കേട്ടാ. അപ്പൊ ഇതാണ് സംബന്ധിച്ചത്. ഫ്ലാഷ് ബാക്ക്. വെൽക്കം ടു കോയ കോളിംഗ്. ചേട്ടാ എല്ലാരെയും വിളിച്ചോ, ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ, ഒന്ന് കൊഴുക്കട്ടെ. ജുദായിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതമല്ലേ? ജൂതായിസം എന്ന് പറഞ്ഞാൽ ഒരു മതമാണ്. ഈ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുമ്പോ, അതായത് ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്യുമ്പോ അതൊരു മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെയല്ലേ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ജൂതമതത്തെ അല്ലല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്തത്, ജൂതന്മാരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്തത്. പിന്നെങ്ങനെയാ? ഇപ്പോ തീവ്രവാദത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾക്കൊരു മുസ്ലിം ആയിക്കൂടെ? ആവാം. ജൂതന്മാരെന്ന് പറയുമ്പോ എല്ലാവരും ഈ മുസ്ലിംസ് കാണുന്ന പോലെ എക്സ്ട്രീമിസ്റ്റ് തന്നെയല്ലേ? അങ്ങനെയല്ല. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. തെളിവ് തന്നെയാ ഞങ്ങൾക്കും ആവശ്യം. ഞാൻ കണ്ട 90% ജൂതന്മാരും അത്രയും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ജൂതന്മാർ തന്നെയായിരുന്നു. അതിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും. കേൾക്കാൻ നല്ല രസമുണ്ട്. എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ? എങ്ങനെയായാലും ശരി, അവൻ എന്റെ മുമ്പിൽ തോക്കുന്നത് എനിക്കൊന്ന് കാണണം. അതൊരു അനക്ഡോട്ടൽ ഫാലസിയാണ്, അതിവിടെ എടുക്കില്ല. കണ്ടതിനെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പറഞ്ഞുകൂടെ അവർ കണ്ട മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ്, അപ്പോൾ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ, സമ്മതിക്കുമോ? വിശ്വസിക്കും. മുസ്ലിംസ് 80-70% എക്സ്ട്രീമിസ്റ്റ് തന്നെയാണ് മുസ്ലിംസ്. രാജ്യദ്രോഹി എന്നൊക്കെ ഫേമസ് ആയ നമ്മളെ പോലീസ് പിടിക്കുന്നാണോ തോന്നുന്നത്. പിന്നെ വരുന്ന ബാക്കി 20% ഷുഗർ കോട്ടഡ് മുസ്ലിംസ് ആണ്. ജൂതന്മാരെ നിങ്ങൾ തീവ്രവാദികളാക്കാൻ വേണ്ടി മൊത്തം കാക്കാമാരെ നിങ്ങൾ തീവ്രവാദിയാക്കി. നിങ്ങൾ ആള് കൊള്ളാലോ. അയ്യോ, പണി പാലുമ്പളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, മൊത്തം കാക്കാമാരെ തീവ്രവാദികളാക്കിയിട്ടില്ലല്ലോ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ 20% ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. പോലീസുകാർ വന്ന് പൊക്കുന്നത് ഞങ്ങളെ ആയിരിക്കും. എന്റെ കുട്ടി. പിന്നെ ബാക്കി വരുന്ന 80%, അതായത് നമ്മുടെ നാട്ടിലും പുറമേ എല്ലാം കണ്ടുവരുന്നത്, അതായത് ഇപ്പം UK-യിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിംസ് എക്സ്ട്രീമിസ്റ്റ് തന്നെയാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. നിങ്ങളൊരു മുസ്ലിമാണോ? അതെ, ഞാൻ ഒരു മുസ്ലിമാണ്. ഓ, നിങ്ങൾക്ക് കാര്യമായിട്ട് എവിടുന്നോ എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ മുസ്ലിങ്ങളുടെ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവങ്ങളുണ്ടോ? തിക്താനുഭവങ്ങളുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനായി? നിന്റെ കഴിവുകേട് കൊണ്ട്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ജുഡായിസം. നിങ്ങൾ ഇപ്പൊ ലൈവിൽ വന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കും ആവാം ഒരു സയോണിസ്റ്റ് എന്നുള്ള ഇതിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജുഡായിസം ആണ്. ജുഡായിസം എന്ന് പറയുന്നത് റിലീജിയൻ ആണ്. നിങ്ങളൊരു അക്ടിവിസ്റ്റ് ആണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ജൂതന്മാർ. ഞാൻ ജൂതന്മാരെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ സയനിസത്തെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. പരിപ്പ് എന്തില്ലല്ലേ? ജൂതന്മാരെന്നുള്ള വ്യക്തികളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, മതത്തെ അല്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇതും ഞാൻ ഈ മുസ്ലിംസിനെ ഇന്ന വ്യക്തികളെയാണ് എക്സ്ട്രീമിസം എന്ന് പറയുന്നത്. എന്താ പറയാ, ഞാൻ ഈ മുസ്ലിംസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എക്സ്ട്രീമിസ്റ്റ് അല്ല എന്ന് പറയുന്ന പോലെയല്ലേ. ഈ മുസ്ലിംസ് എന്ന് പറയുന്നത് എന്താണ് പറയൂ. നിങ്ങൾ മുസ്ലിംസിനെ വിടൂ, നിങ്ങൾ ജൂതായുസത്തെ കുറിച്ച് പറയൂ. ചോദിക്കുമ്പോ ഉത്തരം മുട്ടുമ്പോ പിന്നെ വീണ്ടും ജൂതായുസത്തെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു ഓടുന്നത് ശരിയല്ല. ആനാന്ന് പറയുമ്പോ ചേനാന്ന് കേൾക്കുന്ന ഇവനെ കൊണ്ട് തോറ്റു. നിങ്ങൾ ഷുഗർ കോട്ട് ചെയ്ത ഇസ്ലാമിലെ ഒരു കാര്യത്തെ കുറിച്ച് പറയും. ഫോർ എക്സാമ്പിൾ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. മനുഷ്യന്മാർക്ക് വില കൊടുക്കുന്നുണ്ട്, മനുഷ്യ വ്യക്തികൾക്ക് വില കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു, പക്ഷെ വില കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഷുഗർ കോട്ട് ചെയ്യുന്നത്? എനിക്ക് എന്റെ കാര്യം, ഞാൻ എക്സ് മുസ്ലിം ആണോ, ഷുഗർ കോട്ടഡ് ആണോ, എക്സ്ട്രീമിസ്റ്റ് ആണോ എന്ന് പറയാൻ താല്പര്യമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഷുഗർ കോട്ടഡ് മുസ്ലിം ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പക്ഷെ അത് ശരിക്കും എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹമില്ല. ഞാൻ ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹമില്ല. ഓക്കെ, അതെന്തുകൊണ്ടാ? അത് ആഗ്രഹമില്ലാത്തോണ്ട്. അതെന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് ആഗ്രഹമില്ലാത്തോണ്ട്. ദാറ്റ്സ് ഇറ്റ്. 15 minutes later. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ജൂതന്മാരെ എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് എനിക്ക് നിങ്ങളെ പോസ്റ്റ് എനിക്ക് മനസ്സിലായി. അത്രയും വേണോ? അത്രയൊക്കെ വേണോ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ഞാൻ കണ്ട ജൂതന്മാരൊക്കെ എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളെ പോസ്റ്റ് ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി.
അത്രേ ഉള്ളൂ. ഇപ്പോൾ ആ നോർത്തേൺ ലെബനോൺ ബോർഡറിൽ ഹിസ്ബുള്ള കൊന്നു തള്ളിയ 12 കുട്ടികളെക്കുറിച്ച് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഷെയർ ചെയ്താൽ അത് എക്സ്ട്രീമിസ് ആവൂ? ഇല്ല. നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ തീവ്രവാദി എന്ന് നമ്മളല്ലേ നിങ്ങൾ വിളിച്ചത്? എന്താ ഉറക്കം വരുന്നു. പക്ഷെ ഇതൊന്നും അല്ല ഹൈലൈറ്റ്. അവിടെ ഹമാസ് തീവ്രവാദികൾ തുരങ്കം പണിതുകൊണ്ട് അതിൻ്റെ അടിയിലിരുന്ന് ബോംബ് ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ സ്കൂളുണ്ട്, അതിൻ്റെ മുകളിൽ നഴ്സറികളുണ്ട്, അതിൻ്റെ മുകളിൽ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ ആളുകളുടെ ജീവൻ മുഴുവൻ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കേട്ടോളൂ. അതിൻ്റെ ആവശ്യമുണ്ടല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ യഹിയ സിൻവർ, ഓപ്ഷൻ ബി ഡൊണാൾഡ് ട്രംപ്, ഓപ്ഷൻ സി നെതന്യാഹു, ഓപ്ഷൻ ഡി മോദി. നിങ്ങൾ പറയ് ആരാന്ന്. നിങ്ങളല്ലേ ഇതൊക്കെ അറിഞ്ഞിട്ട് സംസാരിക്കുന്നത്. നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ തീവ്രവാദി എന്ന് നമ്മളല്ലേ നിങ്ങൾ വിളിച്ചത്? കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെടണം, കൂടുതൽ സ്ത്രീകൾ കൊല്ലപ്പെടണം, ദാറ്റ് ഈസ് നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ യഹിയ സിൻവർ, ഓപ്ഷൻ ബി യഹിയ സിൻവർ ആരാണ്? ഹമാസ് ലീഡർ. ലീഡറാണോ തീവ്രവാദിയാണോ? തൂക്കിയല്ലോ നാദാ. ആക്ച്വലി ലീഡറാണോ തീവ്രവാദിയാണോ? ഹമാസ് തീവ്രവാദ കൂട്ടമാണോ? അതെ. ആണ്. അപ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളൊക്കെ തീവ്രവാദിയാവോ? ഇല്ല. പിന്നെ നമ്മൾ അതിനെ എതിർക്കുമ്പോൾ നമ്മളെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് തീവ്രവാദി എന്ന് വിളിച്ചത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ശരി. ഒക്ടോബർ 7 എത്ര ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്? 1195. ഓക്കെ. അത് ആരാണ്? ജൂതന്മാരാണോ? അത് ജൂതന്മാരാണോ? ആരാണ് അവർ കൊന്നത്? ഹമാസ്. ഈ കൊല്ലപ്പെട്ട ആളുകൾ സിവിലിയൻസ് ആയിരുന്നു അല്ലേ? 815 സിവിലിയൻസ്. ബാക്കിയുള്ള ആൾക്കാർ ആരാണ്? പലസ്തീനിയൻസ് ആണ്. ഒക്ടോബർ 7 ജൂതന്മാർ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് പറയാം. എന്തായിരുന്നു അതിന്റെ ട്രിഗർ എന്ന് പറയും? ഒക്ടോബർ 7 ഉത്തരവില്ലേ? എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം? അതന്നെ അവന്റെ കഴിഞ്ഞോ? വെടി കഴിഞ്ഞോ? എനിക്ക് എന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. ഒക്ടോബർ 7 ട്രിഗർ എന്താന്ന് പറയും? ഒക്ടോബർ 7 സംഭവിക്കാനുള്ള ട്രിഗർ എന്താണെന്ന് പറയും? എനിക്കറിയില്ല, നിങ്ങൾ പറയും. ഇതൊക്കെ അറിയാതെയാണോ ഈ കടന്നിട്ട് ഈ വീരവാദം മുഴക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഒക്ടോബർ 7 ട്രിഗർ എന്താണെന്ന് അറിയില്ല. ഒക്ടോബർ 7 കൊന്നത് അവര് സിവിലിയൻസ് ആണോ അല്ലയോ എന്നറിയില്ല. അത് എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ആളുകൾ കൊല്ലപ്പെടുമ്പോ വലിയ വിഷമാണ്. ഈ മന്ദബുദ്ധിയെ ഈ പണി ഏൽപ്പിച്ച നമ്മളാ മണ്ടന്മാര്. ഇനി എന്നെ വിളിക്കും, എന്തെങ്കിലും ആവശ്യം പറഞ്ഞു, അപ്പൊ കാണിച്ചു തരാം. പോട്ടെ. വരേ മാമി.